ഇനി നമുക്ക് ഒരു സാധനം കൂടി പഠിക്കാണ്ട് സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി കൂടി പഠിച്ചാൽ ഈ ചാപ്റ്ററിലെ എല്ലാ സാധനം കഴിഞ്ഞു. പിന്നെ കൊളിഷൻ എന്ന് പറഞ്ഞ ചെറിയ കാര്യമുള്ള ഞാൻ പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് കേട്ടോ. ശരി, അപ്പൊ എന്താണ് ഈ സാർ സ്പ്രിങ്? ഒന്നുമില്ല, സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്പ്രിംഗ് പിടിച്ച് വലിക്കാൻ പറ്റില്ല. പക്ഷെ പിടിച്ച് വലിക്കാൻ എന്തെങ്കിലും മാസമൊക്കെ ആണ്. ഇനി ആലോചിച്ച് നോക്കൂ, ഞാൻ പിടിച്ചു വലിച്ചു, ഇത്ര ഇത് സ്ലോ മോഷനിലാണ്. ഫാസ്റ്റ് മോഷനാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഇനി ഇതിന്റെ നേച്ചർ ഒന്ന് മനസ്സിലാക്കാം. ഈ സ്പ്രിങ്ങിന്റെ ഫോഴ്സിനെ ശ്രദ്ധിക്കാം. ഞാൻ ഇതിപ്പോ വെറുതെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി. ഞാൻ താഴേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത്, ശരിയല്ലേ? താഴേക്കാണ് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഈ സ്പ്രിങ് എന്റെ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? താഴേക്കാണോ മുകളിലേക്കാണോ? സ്പ്രിങ് എന്റെ കൈ അങ്ങോട്ട് പിടിച്ച് വലിക്കാൻ നോക്കണേ. ഞാൻ ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് ഉണ്ടാക്കിയപ്പോ സ്പ്രിങ് എന്റെ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്കാണ്. അതായത് സ്പ്രിങ് അപ്ലൈ ചെയ്യുന്ന സ്പ്രിങ് ഫോഴ്സ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനോട് ഓപ്പോസിറ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് താഴെ, സ്പ്രിങ് ഫോഴ്സ് മുകളിലേക്ക്. ഓ സാർ, അതേ സമയം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഇതിനെ കംപ്രസ് ചെയ്തു. അത് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ മുകളിലേക്ക് ഉണ്ടാക്കി. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്പ്രിങ് ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സ്പ്രിങ് എങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? സ്പ്രിങ് ഇങ്ങോട്ട് താഴേക്ക് വരാനാണ് നോക്കുന്നത്. ഓ, എന്റെ കയ്യിലേക്ക് താഴേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക് ഉണ്ടാക്കിയപ്പോൾ സ്പ്രിങ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? താഴേക്കാണ്. വീണ്ടും ഡിസ്പ്ലേസ്മെന്റിനോട് ഓപ്പോസിറ്റ് ആണ് ഫോഴ്സ്. അപ്പൊ സ്പ്രിംഗ് ഫോഴ്സിന്റെ പ്രത്യേകത ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഡിസ്പ്ലേസ്മെന്റിനോട് എക്സിനോട് ഓപ്പോസിറ്റ് ആയിരിക്കും എഫ്. ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ കുറച്ച് പിടിച്ചു വലിച്ചു, അപ്പൊ സ്പ്രിംഗ് ഫോഴ്സ് കുറച്ചേ ഉണ്ടാവും. ഞാൻ കുറച്ചും കൂടി പിടിച്ചു വലിച്ചു, സ്പ്രിംഗ് ഫോഴ്സ് കുറച്ച് കൂടും. സ്പ്രിംഗ് കുറച്ചും കൂടി ഞാൻ പിടിച്ചു വലിച്ചു, കുറച്ചും കൂടി പിടിച്ചു വലിച്ചു, സ്പ്രിംഗ് ഫോഴ്സ് ഇനിയും കൂടും. അല്ലെ, എന്റെ കയ്യിലെ ഫീൽ പിടിച്ചു വലിച്ചു, സ്പ്രിംഗ് ഫോഴ്സ് കൂടി 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 വരും. അതായത് എക്സ് കൂടുന്നതനുസരിച്ച് എന്താണ്? ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ് കൂടുകയും ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്. രണ്ട് പോയിന്റും കൂടി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ പോയിന്റ് ആക്കിയാൽ എനിക്ക് മനസ്സിലാവും സ്പ്രിംഗ് ഫോഴ്സ് എന്തായിരിക്കും. ഈ സ്പ്രിംഗ് ഫോഴ്സ് ഇല്ലേ, എഫ് എസ് എന്ന് പറഞ്ഞ സാധനം, ദാറ്റ് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് കെ ഇൻറ്റു എക്സ്. പൂർത്തിയായോ? അതായത് എക്സ് കൂടുന്ന, ഡിസ്പ്ലേസ്മെന്റ് കൂടുന്നതനുസരിച്ച് സ്പ്രിംഗ് ഫോഴ്സ് കൂടും. പക്ഷേ സ്പ്രിംഗ് ഫോഴ്സ് ചെറിയൊരു കാര്യമുണ്ട്. സാർ ഇവിടെ മൈനസ് ഇടണം. കാരണം എന്താണ്? സ്പ്രിംഗ് ഫോഴ്സ് കൂടും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൂടുക. ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് കൂടും, പക്ഷെ സ്പ്രിംഗ് ഫോഴ്സ് മുകളിലേക്ക് കൂടും. ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക് കൂടും, പക്ഷെ സ്പ്രിംഗ് ഫോഴ്സ് താഴേക്ക് കൂടും. ഓപ്പോസിറ്റ് ആയിരിക്കും. അത് കാണിക്കാൻ വേണ്ടി ഒരു മൈനസ് കിട്ടും. മൈനസ് ഓപ്പോസിറ്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് ഓപ്പോസിറ്റ് ആണ് മനസ്സിലാക്കി. അതേസമയം എക്സ് കൂടുന്നതനുസരിച്ച് സ്പ്രിംഗ് ഫോഴ്സ് കൂടുന്നുള്ള കാര്യം മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഇതൊരു വേരിയബിൾ ഫോഴ്സ് ആണോ അല്ലെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണോ? ദിസ് ഇസ് എ വേരിയബിൾ ഫോഴ്സ്. എക്സ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പൊ വേരിയബിൾ ആണ്, കോൺസ്റ്റന്റ് അല്ല. 3 ന്യൂട്ടൺ ഫോഴ്സ് അല്ല. എക്സ് കൂടുന്നതനുസരിച്ച് ന്യൂട്രൺ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ശരി. അപ്പൊ ഇതാണ് സ്പ്രിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ. മനസ്സിലായല്ലേ? ഇനി നമ്മളോട് പരീക്ഷയിൽ സ്പ്രിംഗ് ഫോഴ്സ് എന്താണെന്നല്ല ചോദിക്കാൻ പോകുന്നത്. നമ്മളോട് ചോദിക്കും, ഈ സ്പ്രിംഗ് ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി അഥവാ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിനെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അതെങ്ങനെ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പറ? വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ആലോചിച്ച് നോക്കി. ഇവനോട് ഞാൻ പിടിച്ചു വലിച്ചു. ഇത് വെറുതെ നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ല. വെറുതെ നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ? എവിടെ പൊട്ടൻഷ്യൽ എനർജി? ഒരു പൊട്ടൻഷ്യൽ എനർജി ഇല്ല സാർ, വെറുതെ നിൽക്കുന്നു. പക്ഷെ ഞാൻ പിടിച്ച് വലിച്ചു, ഇങ്ങനെ പിടിച്ചു നിർത്തി. ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇപ്പൊ ഇതെന്തത്? ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? പറ, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഉണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ? പൊട്ടൻഷ്യൽ എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ? അവിടെ നിക്ക്. പൊട്ടൻഷ്യൽ എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യണം. കാരണം ഞാൻ വിട്ട് കഴിഞ്ഞാൽ സാധനം ഫ്രൂ എന്ന് പറഞ്ഞാൽ പോകുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, മെയിൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ എന്ത് കിട്ടി? അവന് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ വിളിക്കുക സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുക. സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി. ആ സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. U is equal to ½ into kx² ആണ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പരീക്ഷയിൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ എല്ലാവരും ഡിറൈവ് ചെയ്ത് വെക്കണം. വളരെ സിമ്പിൾ ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, പറ, എന്താണ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്റ്റേണൽ വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇത് എല്ലാവർക്കും അറിയാലോ. എക്സ്റ്റേണൽ വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചാണ്. അപ്പൊ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഈ ഇവിടെ ചെയ്യുന്ന വർക്ക് എന്താണ്? ആലോചിച്ച് നോക്ക്. ഫോഴ്സ് എന്താണ്? ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണ് അല്ലെ? ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് ചെയ്യുന്ന വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? അതെല്ലാം അറിഞ്ഞിരിക്കണം. എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് ഇന്റഗ്രൽ ഓഫ് എഫ് എക്സ് ഡി എക്സ് കേട്ടോ. എഫ് ഡി എക്സ് ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. എഫ് ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താലേ വർക്ക് കിട്ടും. കാരണം ഇവിടെ എന്താ പ്രശ്നം? ഇത് കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല,
ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കും, എക്സ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കൂടുന്നുണ്ട്. അപ്പം വർക്ക് കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ ചെറുതായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ട്, ചെറിയ ഇന്റഗ്രേഷൻ ആണ്, വലിയ സംഭവം ഇല്ല, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പരിപാടി നടക്കാൻ പോകുന്നു കേട്ടോ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യണം, എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് വൃത്തിയിൽ എഴുതട്ടെ. ഇന്റഗ്രൽ ഓഫ് എഫ് ഇൻറ്റു എക്സ് തന്നെ, പക്ഷെ എഫ് ഇൻറ്റു ഡി എക്സ് ആണ് ചെയ്യേണ്ടത്. ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ഇനി ആലോചിച്ച് നോക്ക്, ഞാൻ ഈ സ്പ്രിങ്ങിനെ കുറച്ച് പിടിച്ച് വലിച്ചു, ആ സമയത്ത് സ്പ്രിങ് ഇങ്ങോട്ടൊരു ഫോഴ്സ് വരും, ഞാൻ അങ്ങോട്ട് പിടിച്ച് വെച്ചാൽ സ്പ്രിങ് ഇങ്ങോട്ടൊരു ഫോഴ്സ് വരും. എത്രയാണ്? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞ ഫോഴ്സ് വരും. മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഇങ്ങോട്ട് വരും. ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണ്? അങ്ങനെയാണ് ഞാൻ അപ്പുറത്തെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യണം? ഞാൻ എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യണം. അതായത് ഞാൻ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയായിരിക്കും? കെ എക്സ് ആയിരിക്കും. സ്പ്രിങ് തരുന്ന മൈനസ് കെ എക്സ്, ഞാൻ അപ്ലൈ ചെയ്യുന്ന കെ എക്സ്. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയായിരിക്കും? മൈനസ് കെ എക്സ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കെ എക്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓഫ് കെ എക്സ് ഡി എക്സ് ആയിരിക്കും ഞാൻ ചെയ്യുന്ന വർക്ക്. ബിക്കോസ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണ്? കെ എക്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ് മൈനസ് കെ എക്സ്, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കെ എക്സ്. അപ്പൊ കെ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻറ്റു ഡി എക്സ് ആണ് നമ്മുടെ വർക്ക്, ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഇനി സിമ്പിൾ ആണ്, 0 to x എന്ന് പറഞ്ഞ ലിമിറ്റ് കൊടുക്കുക, കെനെ പുറത്തേക്ക് മാറ്റി നിർത്തുക. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 0 to x എക്സ് ഡി എക്സ് കിട്ടും. എക്സ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എല്ലാവർക്കും അറിയായിരിക്കും, അറിയില്ല പറഞ്ഞുതരാം. എന്താ കിട്ടാമെന്ന് പറഞ്ഞു. എക്സ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ആ സാധനം എക്സ് ഡി എക്സ് അത് മാത്രം അറിഞ്ഞാൽ മതി. എത്രയാണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ് കേട്ടോ. എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ് എക്സ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. ജസ്റ്റ് അത് ഓർത്ത് വെച്ചാൽ മതി. അത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ കാര്യമല്ലേ, എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ യു വിൽ ഗെറ്റ് k into x square by 2 is equal to change in potential energy. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് 0 to x ആണ്. അപ്പൊ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ എക്സ് സ്ക്വയർ ബൈ 2 ആയിട്ട്. അഥവാ എനിക്ക് പറയാം ഡെൽറ്റ യു, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഡെൽറ്റ യു ഇസ് ഈക്വൽ തിരിച്ചെഴുതി ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലേ, കെ എക്സ് സ്ക്വയർ ബൈ എങ്കിൽ ഹാഫ് കെ എക്സ് സ്ക്വയർ എഴുതാം. ഇനി ഞാൻ ഇമാജിൻ ചെയ്യാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ് ഞാൻ ഇമാജിൻ ചെയ്തു, ഞാൻ സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? വെറും ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇനീഷ്യൽ 0 ആണെങ്കിൽ ചേഞ്ചും ഫൈനലൊക്കെ സെയിം ആയിരിക്കും അല്ലേ. ഹാഫ് കെ എക്സ് സ്ക്വയർ. ദിസ് ഇസ് ദി ഫൈനൽ ഇക്വേഷൻ, ഡെറിവേഷൻ കഴിഞ്ഞു. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? പിന്നെ ഇങ്ങനെ ആവശ്യമില്ലാണ്ടൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്തൊക്കെ അങ്ങനെ അലമ്പാക്കുക, വിരിക്കാൻ നോക്കുക. ഓക്കെ, കാരണം ആകെ വെറുതെ അല്ലേ, ഇങ്ങനെ കുഞ്ഞു പിള്ളേർന്നല്ലോ, +1 എത്തി വലിയ വലിയ ആൾക്കാരല്ലേ. അപ്പൊ എന്താ ഈ സൂയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ചെയ്യാതിരിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇത് നമുക്ക് കിട്ടി യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. എങ്ങനെ കിട്ടിയത്? സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്തു. ഇവിടുന്ന് തുടങ്ങി ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ചെയ്യണം. കാരണം എന്താണ്? വേരിയബിൾ ഫോഴ്സ് ആണ്. അപ്പൊ വേരിയബിൾ കെ എക്സിന് ഡി എക്സ് ചെയ്യണം. അപ്പൊ കെ മാറ്റി നിർത്തി എക്സ് ഡി എക്സ് കിട്ടും. എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഹാഫ് എക്സ് സ്ക്വയർ കിട്ടും, ഹാഫ് കെ എക്സ് സ്ക്വയർ കിട്ടും. ഹാഫ് കെ സ്ക്വയർ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ യു ആയിട്ട് റിപ്ലേസ് ചെയ്യുക. അത്ര ആലോചിക്കണം. പരീക്ഷയിൽ നിന്ന് കുറെ ആലോചിക്കാൻ നടക്കുന്ന പരീക്ഷയിൽ എന്താണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ സ്ക്വയർ, യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ സ്ക്വയർ. അത്രേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെ. ഓക്കെ, എപ്പോഴും അങ്ങനെ തന്നെ. മനസ്സിലായല്ലോ? ശരി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഈ കാര്യം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജിന്റെ യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഡെറിവേഷൻ മനസ്സിലായല്ലോ? ഇത് പാടാണ്, പക്ഷെ അത് എത്രത്തോളം സിമ്പിൾ ആക്കാൻ പറ്റുന്നു അത്രത്തോളം സിമ്പിൾ ആക്കി തന്നിട്ടുണ്ട്. ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ചെയ്തു നോക്കിയാൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഈ ഡെറിവേഷൻ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും തംസപ്പ് ഇട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, കാരണം ഇത് ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ റെഡി ആവും കേട്ടോ. ഓക്കെ, ശരി. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നുമില്ല, എക്സ്റ്റേണൽ വർക്ക് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആണെന്ന് എല്ലാവർക്കും അറിയാം. എക്സ്റ്റേണൽ വർക്ക് കണ്ടുപിടിക്കുക, എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻറ്റു ഡി എക്സ്, ഇന്റഗ്രേറ്റ് ചെയ്യുക. എഫ് ഇൻറ്റു ഡി എക്സ് ആണ്, അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണ്? കെ എക്സ് ആണ്. അവൻ ഇങ്ങോട്ട് മൈനസ് കെ എക്സ് വരും, സ്പ്രിംഗ് ഫോഴ്സ് അല്ലെ. സ്പ്രിംഗ് ഫോഴ്സ് മൈനസ് കെ എക്സ് അല്ലേ, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് അതിനെ ഗെയിൻസ്റ്റ് ആയിട്ട് കെ എക്സ് അപ്ലൈ ചെയ്യുക. അപ്പൊ കെ എക്സ് ഡി എക്സ് വരും, കെനെ മാറ്റി നിർത്താം. അപ്പൊ എക്സ് ഡി എക്സ് കിട്ടും. എക്സ് സ്ക്വയർ ബൈ 2 ആണ് ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ ഹാഫ് എക്സ് സ്ക്വയർ. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഹാഫ് എക്സ് സ്ക്വയർ കെ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ആലോചിച്ച് നോക്ക്, ഡെൽറ്റ യു ഇനീഷ്യൽ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് എടുത്തു. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു യു എന്ന് കിട്ടും. അപ്പൊ യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ സ്ക്വയർ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടവരും പ്രാക്ടീസ് ചെയ്താൽ കിട്ടും കേട്ടോ, ഒരു ബുദ്ധിമുട്ടില്ല. മുന്നോട്ട് പോയാലോ? ശരി. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഗ്രാഫ് പഠിക്കണം. സിമ്പിൾ ഗ്രാഫാണ്, ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിനനുസരിച്ച് കൂടും, ശരിയല്ലേ? എക്സ് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടില്ലേ? എക്സ് ദൂരം കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടും. ശരി. അങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും അറിയോ? ഇങ്ങനെയായിരിക്കും ഗ്രാഫ് ഉണ്ടാകുന്നത്. പാരബോളിക് ഗ്രാഫ് ആയിരിക്കും ഇങ്ങനെ. ഇതാണ് ഇവര് വി എന്ന ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത നമുക്ക് എന്താണ്? ഇവൻ യു ആണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ് ഉണ്ടാവും അല്ലെ. എക്സ് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ എക്സ് സ്ക്വയറിനനുസരിച്ച് കൂടും. ഈ സൈഡിലേക്കും കൂടും. നിങ്ങൾക്കറിയാം മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും.
പൊട്ടൻഷ്യൽ എനർജി കൂടും, ഓക്കെ ശരി, പക്ഷെ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അതേ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നതനുസരിച്ച് ആര് കുറയുന്നുണ്ടാവും? കൈനറ്റിക് എനർജി കുറയുന്നുണ്ടാവും. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് വരയ്ക്കും എങ്ങനെ വരയ്ക്കണം? കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് വരയ്ക്കും ഒന്നുമില്ല, എന്നിട്ട് നേരെ ഉൾട്ട വരയ്ക്കാം. ഇന്ന് പറഞ്ഞ പച്ച ലൈൻ എന്താണ്? അതാണ് കൈനറ്റിക് എനർജിന്റെ ഗ്രാഫ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജിന്റെ ഗ്രാഫ് എന്താണ്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഗ്രാഫ് ഒന്ന് ബൈഹാർട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ബൈഹാർട്ട് പഠിക്കാവുന്നില്ല, മനസ്സിലാക്കി പഠിക്കുക. പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കൂടും, കൈനറ്റിക് എനർജി അതിനനുസരിച്ച് കുറയും. മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദി മോഷൻ. മനസ്സിലായല്ലോ? മുന്നോട്ട്